കൃഷി. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക ഗ്രാമമാണ്. ഒട്ടേറെ പേർ കാർഷിക വൃത്തി കൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ്. പ്രധാന കൃഷികൾ നെല്ല്, പച്ചക്കറി, വാഴ, കപ്പ എന്നിവയാണ്. സമഗ്ര നെൽകൃഷി വികസന പദ്ധതി 150 ഹെക്ടർ പ്രദേശത്ത് ഒന്നാം വിള 30 ഹെക്ടറിലും രണ്ടാം വിള 120 ഹെക്ടറിലുമായി കൃഷി ചെയ്യുന്നതിന് വിത്ത്, വളം, കുമ്മായം, കൂലിച്ചെലവ് ഇനത്തിൽ 25 ലക്ഷം സബ്സിഡിയായി ധനസഹായം നൽകുന്നു. മായം ചേർക്കാത്ത ശുദ്ധമായ അരി ഉൽപ്പാദിപ്പിക്കുന്നു. പഴയ കാർഷിക സംസ്കൃതിയിലേക്ക് തിരിച്ചു വരുന്നു. പുഴക്കാട്ടിരി പഞ്ചായത്തിലെ 4-ാം പാടത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൃഷിക്ക് വലിയ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുമ്മായം, അതേപോലെ വിത്ത്, മറ്റുള്ള കൃഷി ചെലവിന് കൂലിച്ചെലവായിട്ടെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പഞ്ചായത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾ പിന്നെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ തരുന്നുണ്ട്, അതൊക്കെ ഈ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ എഴുതി കൊടുക്കുന്നതൊക്കെ വിത്തും വളവും വിത്തള് പിന്നെ അങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് 10-12 ലക്ഷം ഉറുപ്പിക ചിലവാക്കിയിട്ട് ഒരു കനാലുണ്ടാക്കി തന്നു. ആ കനാലിൽ കൂടി വെള്ളം നല്ല പോകുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം കൂടി വെള്ളക്കെട്ടുള്ള സ്ഥലമായിരുന്നു. ആ ഭാഗം കൂടി ഞങ്ങൾക്ക് കൃഷിക്ക് ഉപയോഗപ്പെടുത്തിയാണ്. ഇപ്പോൾ 10 ഏക്കറോളം സ്ഥലം ഞങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട് കൃഷി ചെയ്യാൻ. കുറച്ച് കൃഷിക്കാർക്ക് കുറച്ച് സ്ഥലം നഷ്ടപ്പെട്ടാലും കനാൽ വന്നുകൊണ്ട് കുറേ മെച്ചത്തിൽ തന്നെയാണ്. നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കാർഷിക മേഖല. കാർഷിക മേഖലയിൽ കർഷകരുടെ ഒരു സമൂലമായ ഉന്നമനം ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഈ വർഷം പഞ്ചായത്ത് ഏകദേശം 60 ലക്ഷത്തോളം തുക നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ജനകീയാസൂത്രണ പദ്ധതിയിൽ നമ്മൾ വിവിധങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ തന്നെ നമ്മൾ പ്രാധാന്യം നൽകി വരുന്നത് നെൽകൃഷിക്കാണ്. തെങ്ങ് കൃഷി 250 ഗുണഭോക്താക്കൾക്ക് 15 ലക്ഷം രൂപയുടെ സമ്പുഷ്ടീകരിച്ച ജൈവവളം വിതരണം ചെയ്യുന്നു. ഇതുവഴി തെങ്ങിന്റെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണിത്. പൂക്കൃഷി. പഞ്ചായത്തിന് എന്നും വസന്തകാലം സമ്മാനിക്കുന്നു പൂക്കൃഷി. കൂലിച്ചെലവും തൈകളും ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നു. തേനീച്ച കൃഷി. തേനീച്ചപ്പെട്ടി കൂട് സഹിതം 50 പെട്ടികൾ വിതരണം ചെയ്തു. അടുക്കളത്തോട്ടത്തിൽ പച്ചക്കറി കൃഷി. പുഴക്കാട്ടിരി പഞ്ചായത്ത് കാർഷിക കർമ്മസേന വഴി വളം നിറച്ച ചട്ടി, പച്ചക്കറി തൈകൾ ഉൾപ്പെടെ 425 ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു. അടുക്കളക്കടുത്ത് ഏറ്റവും വിഷരഹിത പച്ചക്കറികൾ ഇതുവഴി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. നീർത്തട ഘടകം. മണ്ണും ജലവും ജൈവസമ്പത്തും തമ്മിലുള്ള സ്വാഭാവിക ജൈവബന്ധം നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ക്രമാനുഗതമായും ശാസ്ത്രീയമായും നടപ്പിലാക്കുകയും മണ്ണിലെ ജൈവ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന നീർത്തട ഘടകം പുഴക്കാട്ടിരി നീർത്തട പദ്ധതി പ്രദേശത്ത് 2021-22 വർഷം മുതൽ നടപ്പിലാക്കി വരികയാണ്. രാമപുരം പ്രദേശത്തുകൂടി ഒഴുകുന്ന ചെറുപുഴയുടെ ഇരുവശങ്ങളിലായി കിടക്കുന്ന 8 വാർഡുകളിൽ ഉൾപ്പെടുന്ന 718 ഹെക്ടർ സ്ഥലത്താണ് ആകെ 1.89 കോടി രൂപ അടങ്കൽ തുകയുള്ള പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പദ്ധതി പ്രദേശത്തെ പ്രകൃതി വിഭവങ്ങളായ മണ്ണ്, ജലം, ജൈവസമ്പത്ത് എന്നിവയെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിലെ ഫലപുഷ്ടമായ മേൽമണ്ണിനെ സംരക്ഷിച്ചു നിർത്താനും മഴയായി ഭൂമിയിൽ പതിക്കുന്ന ജലത്തെ മണ്ണിലേക്ക് പരമാവധി കിനിഞ്ഞിറങ്ങാനും സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൊതുഭൂമിയിലും സ്വകാര്യ ഭൂമിയിലും ഏറ്റെടുക്കുന്നു. കുളങ്ങളുടെയും നീരുറവകളുടെയും പുനരുദ്ധാരണം, തടയണ നിർമ്മാണം, ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കൽ, കിണർ റീചാർജിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു. അതോടൊപ്പം പ്രദേശത്തെ കാർഷിക അനുബന്ധ മേഖലകളിൽ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഘടകത്തിൽ നടപ്പാക്കുന്നത്. പച്ചക്കറി കൃഷി, പോഷകത്തോട്ടം, ഇടവിള കൃഷി, ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ പദ്ധതി പ്രദേശത്തുള്ളവർക്ക് വിതരണം ചെയ്യുന്നു. കൂടാതെ പദ്ധതി പ്രദേശത്തെ ദരിദ്ര കുടുംബങ്ങളുടെ തൊഴിലും വരുമാനവും മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ജീവനോപാധി പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നു. പശു വളർത്തൽ, ആടുവളർത്തൽ, തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കൂട് നിർമ്മാണം തുടങ്ങിയവയ്ക്ക് ധനസഹായം നൽകുന്നതിനോടൊപ്പം പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവനോപാധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെട്ട ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾക്ക് സീഡ് മണി പലിശരഹിത വായ്പ ലഭ്യമാക്കുന്നു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായും മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് കോ ഏജൻസിയായും
നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന അഥവാ PMKSY പദ്ധതി പുഴക്കാട്ടിരി പഞ്ചായത്തിൽ വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. പെരിന്തൽമണ്ണ മങ്കട ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന PMKSY പദ്ധതി പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡുകളിൽ ആ വാർഡിലെ കർഷകർക്ക് മറ്റു ജനവിഭാഗങ്ങൾക്കും ലഭ്യമാക്കുന്നതിൽ മുന്തിയ പരിഗണനയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും മെമ്പർമാരുടെയൊക്കെ നേതൃത്വത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തിക്കൊണ്ടാണ് ഈ പദ്ധതിയുടെ ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പ്. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതഗൃഹം എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും അത്യുൽപാദന ശേഷിയുള്ള കുറ്റ്യാടി ഇനത്തിൽപ്പെട്ട ഓരോ തെങ്ങിൻ തൈകൾ വെച്ചുപിടിപ്പിക്കുക എന്ന ഉദ്യമവുമായി മുന്നോട്ടു പോവുകയും ആയതിന്റെ ഭാഗമായി പുഴക്കാട്ടിരി മേഖലയിൽ വാർഡ് 9-ൽ 2 നഴ്സറികളിലായി 6000 തെങ്ങിൻ തൈകളും രാമപുരം മേഖലയിൽ വാർഡ് 2-ൽ ഒരു നഴ്സറിയിൽ 3000 തെങ്ങിൻ തൈകളും ഉത്പാദിപ്പിച്ചു. പുഴക്കാട്ടിരി പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ NRGSുമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 9000 തെങ്ങിൻ തൈകൾ 3 മേഖലകളിലായി, ഒന്ന് പുഴക്കാട്ടിരി മേഖലയിൽ 2 നഴ്സറിയും രാമപുരം മേഖലയിൽ 1 നഴ്സറിയും 3 നഴ്സറിയും കൊണ്ട് 9000 തെങ്ങിൻ തൈകൾ നഴ്സറി ഉണ്ടാക്കി. കൃഷി ഓഫീസർ നഴ്സറിക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നൽകിയത് വിത്ത് തേങ്ങകൾ മുളക്കുന്നതിന്റെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനും കരുത്തോടുകൂടി തൈകൾ വളരുന്നതിനും സഹായിച്ചു. ആകെ ഉൽപ്പാദിപ്പിച്ച 900 തൈകൾ സാധ്യതയുള്ള എല്ലാ വീടുകളിലും എത്തിക്കുന്നതിനായി എല്ലാ വീടുകളിലും ഒരു തെങ്ങിൻ തൈ എത്തിക്കുക എന്നത് വിജയകരമായി ചെയ്തതിന് ഭരണസമിതിയുടെ മേൽനോട്ടം വളരെയധികം സഹായിച്ചു. ഈ പദ്ധതിയിലൂടെ ഏകദേശം 900 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു.